ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജനൽ ഫിറ്റിംഗ് ആണ് കേട്ടോ. ജനൽ ഫിറ്റിങ്ങിൽ നമ്മൾ ഈ കെട്ട് കെട്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു സെക്ഷനാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് എച്ച് സെക്ഷൻ എന്നാണ് നമ്മളിവിടെ പറയുക. പലയിടത്തും പല പേരിലാവും ചിലപ്പോൾ ഇത് അറിയപ്പെടുക. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു ഫിറ്റിംഗ് കൂടിയും കാണിക്കുന്നുണ്ട്. അതായത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇതൊരു മലബാർ പ്രിൻറ്റിങ് സെക്ഷനാണ് ഇതിൽ വരുന്നത്. അതേപോലെ ഇതിൻ്റെ നമ്മൾ ഉള്ളിലിടുന്ന റബ്ബർ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാളിറ്റിയുള്ള TVSൻ്റെ തൈ കാണുന്ന റബ്ബറായിട്ട് വരുന്നത്. ഇത് പല ടൈപ്പിൽ നമുക്ക് വരുന്നുണ്ട് ഈ റബ്ബർ. പിന്നെ അതേപോലെ പലരും ഈ വാട്ടർ ലെവൽ ഓസ് പോലത്തെ സംഭവം വെച്ചിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടും ഒന്നും കൂടി നല്ല ഇതായിരിക്കും, കാരണം ഇത് കുറച്ച് ഗ്രിപ്പ് കൂടുതലായിരിക്കും. ജനൽ തൂങ്ങുന്നതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇത് കുറച്ച് തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞ ടൈപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യായിരിക്കും നല്ലത്. അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന എച്ച് സെക്ഷൻ ഇട്ടത് ഇതാണ് അതിൻ്റെ ഉൾവശം വരുന്നത്. രണ്ട് സൈഡും അത്യാവശ്യം കുഴി വരുന്ന ടൈപ്പാണ്. സെൻറ്ററിലൊരു ഇതേപോലൊരു എച്ച് പോലെ ആകൃതിയിലാണ് ഇത് വരിക. ഇതിൻ്റെ ഇരുവശത്തേക്കും ഗ്ലാസ് കയറിയിരുന്ന് ആ റബ്ബറും കൂടി ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇളക്കവും കാര്യങ്ങളും ഒന്നും വരില്ല. സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ ഭംഗി മാത്രമല്ല, ജനൽപ്പാളിക്കും ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കെട്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ റബ്ബർ പാക്കിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്ത് അത് തൂങ്ങാനോ ഇളകാനോ ഉള്ള സാധ്യതകൾ ഒഴിവാവും. അപ്പോൾ അതേപോലെ ഇത് നമുക്ക് എക്സ്പെൻസ് വരുന്ന സമയത്തും ആ കെട്ടുകൾ വരുന്ന ചാനലിൻ്റെ അഡീഷണൽ ചാർജ്, അതേപോലെ അതിൽ ഉപയോഗിക്കുന്ന റബ്ബറിൻ്റെ ചാർജ്, പിന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന വർക്ക് ലേബർ ചാർജ്, അങ്ങനെയുള്ള ചാർജാണ് അഡീഷണൽ ഇതിൽ നമുക്ക് വരിക. അല്ലാതെ നോർമലി ഇപ്പോൾ ഒരു ജനൽ ഫിറ്റ് ചെയ്യണേക്കാട്ടി ഇതിൻ്റെ ചാർജ് അഡീഷണൽ വരുന്നു മാത്രം. പല ഭാഗത്തും പല റേറ്റാണ് വരുന്നത് വിൻഡോസിന്. അത് നമ്മൾ കറക്റ്റ് റേറ്റ് നമ്മൾ പറയുന്നില്ല, ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതേപോലെ ഈ എച്ചിട്ട് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ തന്നെയാണ്. കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം ഗ്ലാസിൻ്റെ. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മൾ കെട്ടുന്ന എച്ച്, അതായത് സെൻറ്റർ കെട്ട് വരുന്ന ചാനലിൻ്റെ അളവും കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ നിരത്തി പോന്നാൽ മതി. പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ പലർക്കും വരുന്നൊരു സംശയമാണ്, ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടാൽ തന്നെ ഇഷ്ടംപോലെ കമൻറ്റുകൾ വരും, എന്താണ് ഇതിൻ്റെ വില കാര്യങ്ങൾ. അതുകൊണ്ട് ഞാനൊരു റേറ്റ് പറയാണ്. അതായത് നോർമൽ വിൻഡോസൊക്കെ 1000 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1000, 1200, 1300. പിന്നെ നമ്മളിത് ഈ കെട്ടി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്പെൻസ് അഡീഷണൽ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിൻഡോസിൻ്റെ റേറ്റ് വരുന്നത്. ഒരു പാളിക്കുള്ള റേറ്റ് ആട്ടോ നമ്മൾ പറയുന്നത്. അത് നമ്മൾ പിന്നെ കുറച്ച് ലോങ് ഒക്കെയാണ് പോയി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് ചാർജും കാര്യങ്ങളൊക്കെ അഡീഷണൽ വരും. പലരും ചിലപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ വിളിക്കാറുണ്ട്, തിരക്ക് കാരണം നമുക്ക് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് മെസ്സേജ് ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ ഇപ്പോൾ കെട്ടി സെറ്റിങ് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞല്ലോ. ഇനി ഇതിൽ റബ്ബറിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത് സിമ്പിളാണെങ്കിൽ പോലും നമ്മൾ ചെറിയ മൈന്യൂട്ട് കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് പാളും ചെയ്യും. കാരണം ഇതിലത്തെ ഇപ്പോൾ 4 കെട്ട് അതിൽ വരുന്നുണ്ട്. അതിലത്തെ ഒരു കെട്ടിൽ ഒരളവ് ഒരു പൊടിക്ക് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. പിന്നെ അവിടെ ഒരു ഗ്യാപ്പായി മാറും, അല്ലെങ്കിൽ അത് ടൈറ്റ് ആയിരുന്ന സമയത്ത് ജോയിൻറ്റ് പക്കയാവില്ല. ഇപ്പോൾ ഇതൊക്കെ പക്കയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിഞ്ഞ് ഇത് ഇതേപോലെ റബ്ബറിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ വിൻഡോസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഫിറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഫിറ്റിംഗ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ സൈറ്റിലത്തെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു. നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇവിടെ. നല്ല ഒരു കുന്നിൻ്റെ മേലെയാണ് കേട്ടോ, നല്ല ആംബിയൻസാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഫ്രണ്ടേജ് ഫുള്ള് ഈ വുഡൻ കളർ വിൻഡോസാണ് ചെയ്തെടുക്കാനുള്ളത്. അതായത് ഇതിന് പറയുന്നത് മലബാർ പ്രിൻറ്റിംഗ് എന്നാണ് ഈ വിൻഡോസിന് പറയുന്നത്. അത് ഇങ്ങനത്തെ കളർ ഇഷ്ടപ്പെടാത്തവർക്ക് ഇതിൻ്റെ തന്നെ വുഡ് കളറിന് തന്നെ പല പ്രിൻറ്റിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫിറ്റിങ് നമുക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മറ്റേ സിറ്റ് ഔട്ടാണ്, അത് നീളത്തിലുള്ള സിറ്റ് ഔട്ട്. അത് ഫുള്ളായിട്ട് നമുക്ക് വുഡൻ കളറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കോണിപ്പട്ടയുടെ മേലെ ഒരു 2-3 കള്ളിയുടെ വിൻഡോ വരുന്നുണ്ട്. ഇതൊരു റൂമാണ് വരുന്നത്. അതേപോലെ ഈ റൂമിലുണ്ട്, ഇവിടെയും 3 കള്ളി വെച്ചിട്ട് വരുന്നുണ്ട്. ഈ സൈഡൊക്കെ ബ്ലാക്ക്, അതായത് കോഫി കളറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സിമെൻറ്റ് കട്ടിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് കണ്ടോ, കറക്റ്റ് നമ്മൾ ലൂസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്.
കാരണം ഈ ഹിഞ്ചസിൽ നിന്ന് അളവെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഉള്ളിട്ടുള്ള അളവെടുത്ത് കഴിഞ്ഞാൽ അതിന് ഒരു നൂലാണ് നമ്മൾ ലൂസ് വിടുക. അപ്പോൾ കറക്റ്റ് പക്കയായിട്ട് കിട്ടും. അതായത് അടയ്ക്കാനും തുറക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. കണ്ട ഇവിടുത്തെ ഒരു കുന്നിൻ്റെ മേൽവശമാണ്. നല്ല ആംബിയൻസ്, നല്ല തണുപ്പാണ്, നല്ല കാറ്റുമാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ട്ല കൂടി പെയിൻ്റ് അടിച്ചാലാണ് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇപ്പോൾ അത് പ്രൈമർ അടിച്ചിട്ടിട്ടുള്ളത്. ഈ വിൻഡോസിൻ്റെ സെൻറ്റർ പാളിക്ക് ഡബിൾ പുളിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഫ്രണ്ടേജ് ആദ്യം തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കോഫി കളർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടി എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ ഇത് മൊത്തം പെയിൻറ്റിങ് കഴിയണം, എന്നാലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കിട്ടുള്ളൂ. ഇതാണ് നമ്മളെ കോഫി കളറ്. ഇതാണ് കേട്ടോ 1100 വരുന്നത്. ഏകദേശം ഈ ഒരു വിൻഡോസിനാണ് 1100 വരിക, 2 ഇഞ്ച് വിൻഡോ. ഇതിൽ നമുക്ക് ഇനിയും റേറ്റ് കൂടും. അത് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഫാബ്രിക്കേഷന്മാരുടെ അടുത്ത് വില ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ 100 രൂപ മാറ്റം വരാം, ചിലപ്പോൾ 1200 പറയാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കാട്ടി കുറവ് പറയാം. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട, അവർ ഓവറായിട്ട് റേറ്റ് പറയുന്നതല്ല. കാരണം എന്താ വെച്ചാൽ അലുമിനിയത്തിൻ്റെ തൂക്കത്തിനനുസരിച്ചാണ് നമുക്കിതിൻ്റെ റേറ്റ് വരിക. അതായത് ഒരു ലെങ്ത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 12 അടിയാണ് വരിക. 12 അടിയിൽ തന്നെ പല വെയിറ്റുള്ള സെക്ഷൻ വരും. അങ്ങനെയാണ് ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.